യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അഥവാ UK. ഈ ആഴ്ച റിലീസായ ഏക ഒരു മേജർ റിലീസാണ്. രഞ്ജിത്ത് സജീവാണ് ഈ സിനിമയിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ മുൻപിറങ്ങിയ 2 സിനിമകളായ ഗോളവും ഖൽബും OTT വന്നതിന് ശേഷം വളരെ ചർച്ചയായ ഒരു OTT ഹിറ്റ് എന്നൊക്കെ വേണം നമുക്ക് പറയാം എന്ന തരത്തിലുള്ള സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഖൽബ് ഒരു വെറും ദുരന്തവും പിന്നെ ഗോളം ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും തൊലിഞ്ഞ, ഇത്രയും തോന്നിവാസം പിടിച്ചൊരു സിനിമ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. പലതരത്തിലുള്ള ഗുണ്ടുകളും തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു ചത്ത സീരിയൽ ഗുണ്ടെന്നൊക്കെ വേണം പറയാം. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു സിനിമയല്ല, സീരിയലാണ്. സീരിയലുകളെ കുറച്ച് കാണുന്നതല്ല. ഇന്നത്തെ കാലത്തെ മിക്ക സീരിയലുകളും വെറും മോശമാണ്, അതുകൊണ്ട് പറയുന്നതാണ്. സീരിയൽ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അവരെ കൊണ്ട് കാണിച്ചാൽ നല്ല കലാമൂല്യമുള്ള സിനിമ അല്ലെങ്കിൽ നല്ല കാലിക പ്രസക്തിയുള്ള വിഷയം സംസാരിക്കുന്ന സിനിമ എന്ന് പറയും. അല്ലാതെ സിനിമ എന്താണെന്ന്, ഇന്നത്തെ സിനിമ ഏതാണെന്ന് അറിയാവുന്ന ഒരു മനുഷ്യനും ഇതൊരു സിനിമയായിട്ട് കാണത്തില്ല. അപ്പം സിനിമയുടെ ദൈർഘ്യമുള്ളൊരു സീരിയൽ എന്നാണ് കരുതിയത്. സിനിമ തുടങ്ങിയ അരമണിക്കൂർ തന്നെ മനസ്സിലായി. പക്ഷേ കഴിയാറായപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സീരിയൽ തന്നെയാണ് എല്ലാം കൊണ്ടും. കാരണം ഒരു മെഗാ എപ്പിസോഡ്സ് ഉള്ള ഒരു സീരിയൽ കണ്ട ഫീലായിരുന്നു സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ. സിനിമ തുടങ്ങി നമ്മൾ തുടക്കം തന്നെ നമുക്കൊരു മീറ്റർ മനസ്സിലാവും. രഞ്ജിത്ത് സജീവ് ഇത്രയും ഇമ്പ്രൂവ് ആവാത്തൊരു നടൻ, ബാക്ക് ടു ബാക്ക് നായകൻ വേഷം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതിന് കാരണം മിക്കവർക്കും അറിയാം, അതൊരു തെറ്റൊന്നുമല്ല, അത് കഴിവുള്ളവരങ്ങനെ ചെയ്യും, അത് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത്ര ഇമ്പ്രൂവ് ആവാതെ എങ്ങനെയാണ് ഒരാൾ ഇരിക്കുന്നത്? ഗോളത്തിൽ കുഴപ്പമില്ല, കാരണം പുള്ളി ആ ഒരു സ്റ്റോൺ ഫേസ് പിടിക്കേണ്ട കാര്യമുള്ളൂ, അതിൽ പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ബാക്കി എല്ലാ സിനിമയിലും ഒന്നുമില്ലെങ്കിൽ 4-5 പടമായി പുള്ളി നായകനായിട്ട് ഒരു ശതമാനം പോലും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. ഒരു 4-5 കൂട്ടുകാരായിട്ടൊക്കെ പോയാൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന അത്രയും കൂതറയാണ്. പക്ഷേ അവസാനത്തെ ഒരു അരമണിക്കൂർ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും, ടോർച്ചറാവും. നമ്മൾ തന്നെ ഈ കളിയാക്കി നമ്മൾ മടുക്കും. നമുക്കൊരു ബോറടിയില്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബോറടിക്കത്തില്ല. ഇത് നമ്മൾ അത്രയും നേരം ബോറടിച്ച് അവസാനത്തെ ഒരു അരമണിക്കൂറാകുമ്പോൾ നമുക്ക് ഇറങ്ങി പോകാൻ തോന്നും. അത്രയും ഇതാണ്. പിന്നെ റിവ്യൂ ഇടുന്നതുകൊണ്ട് മാത്രം ഫുള്ളിരുന്ന് വെച്ചതാണ്. പിന്നെ മഞ്ജു പത്രോസ് ഇത്രയും ചൊറിഞ്ഞൊരു ക്യാരക്ടർ കൈ കിട്ടിയ കാല വരെ അടിക്കാൻ തോന്നും. മഞ്ജു പത്രോസിനെ അല്ല, ആ ക്യാരക്ടറെ, അത്രയും ചൊറിഞ്ഞ ക്യാരക്ടർ, ഒന്നിനും കൊള്ളാത്ത ക്യാരക്ടർ. അതിലും കോമാളിയാണ് അൽഫോൺസ് പുത്രൻ. പുള്ളി മര്യാദയ്ക്ക് പുള്ളിയുടെ സ്റ്റൈലിൽ അഭിനയിക്കാനുള്ളതിന് പുള്ളി ലിജോ ജോസ് പെല്ലിശ്ശേരി അനുകരിക്കാൻ ശ്രമിക്കത്തായിട്ടാണ് തോന്നിയത്. ആകെ പുള്ളി ഒരു സീനേ ഉള്ളൂ, ഒരു ക്ലീശേ കൂതറ സീൻ. അത് പുള്ളി അതിലും കൂതറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വിഷ്വൽസ് മാത്രമാണ് ഈ സിനിമ എനിക്ക് ആകെയുള്ള പോസിറ്റീവായിട്ട് തോന്നിയത്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് രാജേഷ് മുരുകേശൻ. അദ്ദേഹം ഇതിൽ മ്യൂസിക് എന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നും പറഞ്ഞ് കാണിച്ച കോപ്രായം വളരെ ശിക്ഷ കൊടുക്കുന്ന തരത്തിലുള്ളൊരു കോപ്രായത്തരമാണ്. അപ്പം ഇതിനെൻ്റെ റേറ്റിംഗ് 0.5/5 ആണ്.